ഷോ അതും പി ആർ ആയിരുന്നു മക്കളെ. വെറും നാടകം. ഇനി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ നാടകങ്ങൾ കണ്ടാൽ പറ്റും. എന്നാൽ ഇനി പി ആറേ ഉള്ളൂ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പി ആറിൽ പിടിച്ചതാ. പക്ഷേ അവിടെയും പരാജയപ്പെട്ടു. മൊത്തത്തില് ഇപ്പൊ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും പാളിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയം മാത്രം. മൊത്തത്തിൽ പാളി. എല്ലാ കാലവും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ജനങ്ങൾ വെറും മണ്ടന്മാരാണ്, കഴുതകളാണ് എന്ന രീതിയിലാണ് ഇവര് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഇതേപോലെ ഒരു നാടകം കണ്ടായിരുന്നു. CPMന്റെ വികസന മുന്നേറ്റ യാത്ര കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ വന്നപ്പോൾ അവിടെ സ്റ്റേജിലേക്ക് ഒരു അപ്പൂപ്പൻ കയറി ചെന്നു. അപ്പൂപ്പൻ കയറി ചെന്നിട്ട് 2000 രൂപയുടെ നോട്ട് അവിടെ ഒരു നേതാവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അത് പെൻഷൻ കിട്ടിയ പൈസയാണ്. ഈ സർക്കാർ കാരണമാണ് ആ പെൻഷൻ കിട്ടിയത്. ഇനി അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടത്തില്ല എന്നൊക്കെ ആ ഒരു ഡയലോഗൊക്കെ അപ്പൂപ്പൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പൈസ തിരിച്ച് അപ്പൂപ്പൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഞങ്ങൾ സ്വീകരിച്ചതായിട്ട് കരുതിയേക്കാം എന്നൊക്കെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ആ അപ്പൂപ്പൻ്റെ പോക്കറ്റിലേക്ക് തന്നെ ആ പൈസ തിരിച്ചു വെച്ച് കൊടുത്തു. അപ്പം അത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര അതായത് ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ കരുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പരസ്യമൊക്കെ കൊടുത്തു. പക്ഷേ അത് വെറും നാടകമായിരുന്നു. ആ അപ്പൂപ്പൻ സ്വയമേവ ചെന്നതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ചെന്നതല്ല. ആ അപ്പൂപ്പനെയും കൊണ്ട് നിർബന്ധിച്ച് കയറ്റി വിട്ടതാണ്. ആ അപ്പൂപ്പൻ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ തോന്നിയതാണ് നിർബന്ധിച്ച് കയറ്റി വിട്ടതാണ്. കാരണം സ്ക്രിപ്റ്റഡ് ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായതാണ്. എന്തിനാ ഇങ്ങനത്തെ നാണം കെട്ട പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പം തന്നെ എല്ലാം പരാജയപ്പെട്ടു. കട്ടുപിടിച്ച് മൊത്തത്തിൽ കൊള്ളയാണ്. എല്ലാം തൂത്തുവാരി, ഖജനാവ് തൂത്തുവാരി. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് നടത്തിയതെന്നുള്ളത് നിങ്ങൾ കണ്ടതായിരിക്കും. അതിൻ്റെ പേരിൽ ഇല്ലാത്ത ഭജനപ്പാട്ടിന് വരെയാണ് പൈസ എഴുതി വെച്ചേക്കുന്നത്. ഇല്ലാത്ത ബാനിൻ്റെ പേരിൽ പൈസ എഴുതി വെച്ചേക്കുന്നു, ബില്ല് എഴുതി വെച്ചേക്കുന്നു. മൊത്തത്തിൽ പൈസയൊക്കെ എതുവഴി ഒലിച്ചു പോയെന്ന് പോലും അറിയത്തില്ല. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഉടായിപ്പ് PR. നമുക്ക് ഏതായാലും ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം. ട്വിസ്റ്റ്. എന്നാൽ സോമനസാലെ പോയി പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും മൊയ്തീൻ പറയുന്നു. പണം നൽകിയാൽ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തിരികെ തരുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും മൊയ്തീൻ വിശദീകരിക്കുന്നു. ആ വീഡിയോ കാണാം. ഞാൻ ഫോട്ടോ എടുപ്പിച്ച അപ്പൊ മാബൂബും വേറുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങള് ഇനി മുപ്പരേക്ക് കൊടുക്കാനില്ല, കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പടി മാസത്തെ ഞങ്ങളോട് തിരിച്ചു തരും. അത് അങ്ങനെ ചെയ്തതാ. ഞാൻ പോകാൻ പറഞ്ഞ പോന്നതാ. ഇന്നേരം ഓടി കൂട്ടി കൊണ്ടുപോയത് അങ്ങോട്ട് തന്നെ. നിങ്ങളെ മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരൊക്കെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരും എത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരേക്ക് എത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ കളിച്ചിട്ടില്ലേ? അത്രയും മാതിരി ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ച ഇപ്പരേക്ക് എത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. ഞാൻ മനസ്സാറിന് കൊടുത്തല്ല. പേര് കേൾക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പറഞ്ഞ അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കഴുതകളായി കാണുന്ന വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, ന്യൂസായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നാലും നമ്മളൊന്നും മാറാൻ പോകുന്നില്ല, മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെയാണ് ശരി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് പല കഥകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കത്തില്ല. ആ അപ്പൂപ്പൻ സ്റ്റേജിലേക്ക് കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴേക്കും പല ആൾക്കാരും വിചാരിച്ചു, ഓ എന്ത് നല്ല കാര്യമാണ്, ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിക്കുന്നവരാണല്ലോ നമ്മുടെ സിസ്റ്റം. അല്ല. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷന് അവർക്ക് തിരിച്ചടി കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരു നേതാവ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ തരുന്ന പെൻഷൻ വാങ്ങിച്ച് തിന്നിട്ട് ഞങ്ങളെ തന്നെ ചതിച്ചുവെന്ന്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് അദ്ദേഹം പെൻഷൻ എടുത്ത് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ അവരെറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് തിന്നാനുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ വളർത്തി കൊണ്ടുവരാതെ ഇരിക്കുക.
അത്തരം സിസ്റ്റങ്ങൾക്ക് നമ്മൾ വളമിട്ട് കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാറി മാറി ഗവൺമെൻറ്റുകൾ വരണം, മാറി മാറി സിസ്റ്റം ചേഞ്ച് ആകണം. എങ്കിൽ മാത്രമേ ഇത്തരം ആൾക്കാർ നന്നാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഉടായ്പകളും കോമാളിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കാണിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഇവർ കൊള്ളയടിക്കും.